Hello dear students, hope you all are fine. So today we are going to discuss a new chapter, that is electromagnetic induction. This topic is very familiar for you because you already studied in the 10th standard what is electromagnetic induction. So now we are going to discuss this chapter. So electromagnetic induction, this is our 6th chapter. So first we need to discuss what is this electromagnetic induction. For that we need to discuss what is coil magnet experiment. So we have a coil is connected to a galvanometer and magnet is bring. We have a magnet. So first what I am doing that, bring the magnet into the coil. Coil ne magnet nagathe kondu varunu. Then it take out. Fast ആയിട്ട് നമ്മൾ എന്താ സപ്പോസ് നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു, പിന്നെന്താ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഈ സിറ്റുവേഷൻ? സോ നമ്മൾ കോയിലിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദിസ് ഗാവനോമീറ്റർ ഷോ എ ഡിഫ്ലക്ഷൻ. വെൻ വി ടേക്ക് ഔട്ട് ഇറ്റ് വിൽ ഷോ ഡിഫ്ലക്ഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? വെൻ വി the coil, the galvanometer coil also show deflection in fast. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഫാസ്റ്റ് ആവും. ഇതിനകത്ത് സ്റ്റേഷനറി ആയിട്ട് വെക്കുമ്പോഴോ നോ ഡിഫ്ലക്ഷൻ. മനസ്സിലായോ? കൊണ്ടുവരുമ്പോൾ ഒരു ഡയറക്ഷൻ ഡിഫ്ലക്ട് ചെയ്യും, എടുക്കുമ്പോഴോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡിഫ്ലക്ട് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഫാസ്റ്റ് ആവും. ദെൻ സ്റ്റേഷനറി ആകുമ്പോഴോ നോ ഡിഫ്ലക്ഷൻ. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാകാം? We know there is a magnetic flux from the magnet, അല്ലെ? So when this magnetic flux is cut by this coil, നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് കോയിൽ മുഖേന എന്താവും, കട്ടാവും. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും, ഡീവിയേഷൻ ഉണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. When the magnetic flux is changed by this coil, what happen? There is a current is producing inside the coil. Magnetic flux ne, whenever the magnetic flux change, there is a current is produced inside this produced inside this coil. Okay, that is why galvanometer show deflection. So നമ്മൾ കൊണ്ടുവരുമ്പോഴും എന്ത് പറ്റും? ഫ്ലക്സ് ചേഞ്ച് ആവും, ഫ്ലക്സ് കട്ടാവും. തിരിച്ചെടുക്കുമ്പോഴെന്തുണ്ടാവും? ഫ്ലക്സ് കട്ടാവും. ഇനി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഫ്ലക്സ് കട്ടിങ് എന്താ വളരെയധികം ഫാസ്റ്റ് ആവും. അപ്പൊ എന്താ, കറണ്ടും ഫാസ്റ്റ് ആവും. സ്റ്റേഷനറി ആവുമ്പോൾ എന്താ, സ്റ്റേഷനറി ആവുമ്പോൾ എന്താ, there is no change in the flux. അവിടെ ഫ്ലക്സ് കട്ടാവുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. So what is electromagnetic induction? When this so നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ, അതായത് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും? ഫ്ലക്സ് കട്ട് ചെയ്യും, കറണ്ട് ഉണ്ടാവും. തിരിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഫാസ്റ്റ് ആയിട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. സ്റ്റേഷനറി ആകുമ്പോഴോ നോ ഡിഫ്ലക്ഷൻ. So from this experiment we can say what is electromagnetic induction. So we discussed that when the magnetic flux change by this coil, there is a current is produced inside this coil. This process is known as electromagnetic induction. Magnetic flux എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴാണോ ഈ കണ്ടക്ടർ മൂലം എന്താണ് ചേഞ്ച് ആകുന്നത് അല്ലെങ്കിൽ കട്ട് ആകുന്നത് എന്താ, സോ there is a current is developing inside the coil. This is known as electromagnetic induction. അതിൽ നമുക്ക് മാഗ്നറ്റ് വെച്ചുകൊണ്ട് എന്താ, കോയിൽ മൂവ് ചെയ്താലും ഫ്ലക്സ് കട്ട് ചെയ്യും. കോയിൽ വെച്ചുകൊണ്ട് മാഗ്നറ്റ് മൂവ് ചെയ്ത് എന്താണ്, ഫ്ലക്സ് കട്ട് ചെയ്യും. സോ the relative motion between coil and magnet, when there is a flux change is produced due to the relative motion between coil or magnet, there is a current is developing inside the coil. Magnetic flux എന്താണ്, കോയിലിന്റെ മൂവ്മെന്റ് മൂലം അല്ല മാഗ്നറ്റിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടെന്നാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ആകുമ്പോൾ ആര് കട്ട് ചെയ്യും? ഡ്യൂ ടു ദ കോയിൽ. കോയിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ, there is a current is developing inside the coil. ഓക്കെ, കോയിലിനകത്ത് കറണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ കൊണ്ടുവരുമ്പോൾ എന്താണ്, കട്ട് ചെയ്യും. സോ ഡിഫ്ലക്ഷൻ കാണിക്കും. ഔട്ട് ചെയ്യുമ്പോഴോ അപ്പോഴും കട്ട് ചെയ്യും, അപ്പൊ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴോ ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യും, അപ്പൊ ഡിഫ്ലക്ഷൻ ഫാസ്റ്റ് ആവും. സ്റ്റേഷനറി ആകുമ്പോഴോ there is no change, no flux change, so there is no current. Okay, so this is about coil magnet experiment and what is electromagnetic induction. Okay, so next experiment is coil experiment. Okay, this is very simple. So we have two coil A and B. So in one coil there is a cell is there and a key is there. Key. Okay, now this key is open. Okay, and a nearby coil we have the same procedure in the coil magnet experiment, that there is a coil and a galvanometer. Okay, so what will happen?
when the switch is on, switch on ആക്കുമ്പോൾ എന്ത് പറ്റും? When the switch is on, flux on increases from 0 to maximum. Okay, that means എന്താ? Switch on ആക്കുമ്പോൾ എന്താ? This is a conductor. When the current is moving through a conductor, what happen? There's a magnetic field is developing, so magnetic flux ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത് പോലെയാ? ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ്. എന്താ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന പോലെ ഫീൽ. യു ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സിമിലർ ടു ദാറ്റ്. എന്താണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു when a bar magnet is bring into this coil. Okay, bar magnetic കോയിലിനകത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ. That means flux എന്താണ്? increases from 0 to maximum. കൊണ്ടുവരുന്നത് പോലെ. That is flux increase ചെയ്യല്ലേ. So എന്തുണ്ടാവും? That flux is cut by this coil and there is a current is produced in this galvanometer. Okay, when the switch off, that means switch off means what happened? Switch ചെയ്യുമ്പോൾ എന്താണ്? Flux decreases from maximum to 0. So maximum 0. അതായത് എന്താണ്? ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ എന്താ? ഈ കോയിലിനെ തിരിച്ചെന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് പോലെ. മനസ്സിലായോ? അപ്പോഴെന്തുണ്ടാവും? ഫ്ലക്സ് കട്ട് ചെയ്യും. തിരിച്ചെടുക്കുമ്പോൾ ഫ്ലക്സ് കട്ട് ചെയ്യത്തില്ലേ? സോ എന്തുണ്ടാവും? അപ്പോ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം നിയർ ബൈ കോയിൽ എന്താണ്? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയും അവിടെ കറണ്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേര് എന്ത് തന്നെ? അത് സിമിലർ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദിസ് ഈസ് കോയിൽ എക്സ്പീരിയൻസ്. സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട്? സോ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുക. സോ ഫ്ലക്സ് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുക. ഇതിലെ ഫ്ലക്സ് എന്താ? This is a conductor, so current increase when the magnetic field ഉണ്ടാവും. So that magnetic field is enter into this is coil B. ആ magnetic field എന്താ? ഈ കോയിലിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ എന്താ? കട്ട് ചെയ്യും. സോ അതിനകത്ത് കറണ്ട് ഉണ്ടാവും. തിരിച്ച് ഓഫ് ചെയ്യുമ്പോഴോ that flux is removing. Okay, ഫ്ലക്സ് കോയിൽ നമ്മളെന്താ? മാഗ്നറ്റ് തിരിച്ചെടുക്കുന്നത് പോലെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നത് പോലെ കട്ട് ചെയ്യും. കറണ്ട് ഉണ്ടാവും ഇതിനകത്ത്. ഓഫ് ചെയ്യുമ്പോഴോ തിരിച്ചെടുക്കുന്നത് പോലെ. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫ്ലക്സ് അതിനകത്തേക്ക് ഇൻക്രീസ് ചെയ്യും. ഓഫ് ചെയ്യുമ്പോഴോ ഡിക്രീസസ്. ഓക്കെ, അപ്പോഴെന്താ? സോ ഇവിടെ കോയിൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം എന്താ? നിയർ ബൈ കോയിൽ എന്താ? കറണ്ട് ഉണ്ടാവും. സോ ദിസ് ഈസ് നോൺ ആസ് കോയിൽ എക്സ്പെരിമെന്റ്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ മാഗ്നറ്റിക് ഫ്ലക്സ് what we call, so there is some induced current is developing due to the changing flux in the nearby coil. Okay, nearby coil magnetic flux ന്റെ ചേഞ്ച് മൂലം എന്താണ്? മറ്റേ കോയിൽ എന്ന കറണ്ട് ഉണ്ടാകുന്ന പ്രോസസ് ആണ്. That is also known as electromagnetic induction. So this is about coil experiment. So we discussed two things, that is coil magnet experiment and coil experiment. So from both these experiment we understand that when there is a magnetic flux is changed due to a coil, a current is developing or EMF is developing into that coil. So there is a current is developing in that coil. This is known as electromagnetic induction. Okay. So now we are going to discuss the important topic of this chapter, that is Faraday's laws of electromagnetic induction. So in this Faraday's laws of electromagnetic induction, mainly we have two laws. First, in the first law, what is the first law? Whenever the magnetic flux linked with a coil changes, an EMF is induced in the coil. Okay, whenever the magnetic flux linked with a coil changes, an EMF is induced in the coil. The induced EMF is lost as soon as the change flux lasts. So what's the meaning? Magnetic flux, നേരത്തെ പറഞ്ഞതല്ല, മാഗ്നറ്റിക് ഫ്ലക്സിന് എപ്പോഴാണോ ചേഞ്ച് ഉണ്ടാകുന്നത്, കോയിൽ മൂലം ചേഞ്ച് ഉണ്ടാകുന്നത്, സോ എന്താണ്? കോയിലിനകത്ത് നിന്നുണ്ടാവും ഒരു EMF അല്ലെങ്കിൽ എന്താ? ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി the EMF is last as soon as the changing flux last. അതായത് ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാകുന്നത് വരെ EMF ഉണ്ടാവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൊണ്ടുവരുമ്പോഴും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, എടുക്കുമ്പോഴും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എപ്പോഴാണോ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത്, whenever the magnetic flux change, what happen? There is a EMF is developing. Okay, ഇനി suppose this is stationary, so there is no flux change. അപ്പോ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. whenever there is a flux change, ഇപ്പൊ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുമ്പോഴും അല്ല. പക്ഷെ എന്താണ്? അകത്ത് വെക്കുമ്പോ എന്താ? there is no flux change. ഫ്ലക്സ് ചേഞ്ച് ഇല്ലെങ്കിൽ എന്താ? there is no EMF. Okay, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് വരെ EMF ഉണ്ടാവും. Okay, so whenever the magnetic flux changes, this is similar to that definition of electromagnetic induction. Whenever the magnetic flux changes with a coil, കോയിലിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കോയിൽ മൂലം ചേഞ്ച് ഉണ്ടായാൽ എന്തുണ്ടാവും? കോയിലിനകത്ത് there is a
എന്താണ് EMF is developing. This is the first law of electromagnetic induction. Okay. Now we need to discuss the second law of electromagnetic induction. Okay. Next is Faraday's second law. Okay. So what is Faraday's second law is states that the EMF is equal to rate of flux change. Okay. The induced EMF is equal to the rate of flux change. So rate of flux change, flux is phi. The rate of flux change means d phi by dt. That is equal to that EMF in the circuit. Okay. അതായത് ഫ്ലക്സ് ചേഞ്ചിന്റെ റേറ്റ് കൂടുവാണെങ്കിൽ, അതായത് നമ്മൾ ഫ്ലക്സ് ചേഞ്ചിന്റെ റേറ്റ് കൂടുവാണെങ്കിൽ what will happen? If the rate of flux change increases, EMF increases. If rate of flux change decreases, what happen? EMF will decreases. അല്ലെ? അറിയാലോ? അതായത് നമ്മൾ എന്താ ഇപ്പൊ ഫ്ലക്സ് ചേഞ്ചിന്റെ റേറ്റ് കൂടുകയാണ്. അതായത് നമ്മൾ ഫ്ലക്സ് ചേഞ്ച് നമ്മൾ എന്താ ഫ്ലക്സ് കൊണ്ടുവരുമ്പോൾ എന്താ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ഫ്ലക്സ് ചേഞ്ച് കൂടുവല്ലേ? സോ EMF അവിടെ മാക്സിമം ആയിട്ട് കൊണ്ടിരിക്കും. എന്നാൽ ഫ്ലക്സ് ചേഞ്ച് വളരെ സ്ലോ ആണെങ്കിലോ EMF കുറവായിരിക്കും. So this is the second law, that is rate of flux change is equal to that is equal to the induced EMF in the circuit. Okay. So we discussed the Faraday's first law and second law. Okay. So our next topic is Lenz's law. So what is Lenz's law? Lenz's law is used for finding the direction of induced current. നമുക്കിവിടെ എന്താണ് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റൂളാണ് നമുക്ക് എന്താണ് Lenz's law. Okay, direction of induced current. Whenever the magnetic flux in the coil changes and EMF is produced. EMF ഉണ്ടാവും. ആ EMF ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ എന്താ കറന്റ് ഉണ്ടാവും. ആ കറന്റ് ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് Lenz's law. So what is Lenz's law? So Lenz's law states that the direction of induced EMF and hence the induced current is such that it opposes the cause producing it. Okay. അപ്പൊ ഇതാണ് സംഭവം. എന്താ പറഞ്ഞത്? അതായത് ഇവിടെ ഇൻഡ്യൂസ് കറന്റ് എന്താണ് ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ എന്താണോ കോസ് ആ കോസിനെ ഒപ്പോസിന് രീതിയിലായിരിക്കും ഇൻഡ്യൂസ് കറന്റ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഫിഗർ എന്താണ്? നമ്മൾ ഇവിടെ എന്താ ഇൻഡ്യൂസ് കറന്റ് ഉണ്ടാകാൻ കാരണം എന്താ? നമ്മൾ രണ്ട് കേസിൽ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ. ഇപ്പൊ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ചേഞ്ച് ആൻഡ് EMF വിൽ പ്രൊഡ്യൂസ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്താ പറയാം? എന്താണോ കോസ് എന്താ? വാട്ട് ഈസ് എ കോസ്? എന്താ കോസ്? എന്തുകൊണ്ടാണ് ഇവിടെ കറന്റ് ഉണ്ടാകാൻ കാരണം? മാഗ്നറ്റ് കൊണ്ടുവന്നു. അപ്പൊ മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ആണ് കോസ്. ഓക്കെ. അപ്പൊ ഇൻഡ്യൂസ് കറന്റ് ഉണ്ടാകാൻ Lenz's law, അക്കോർഡിംഗ് Lenz's law എന്താണ്? എന്താണോ കോസ് അതിനെ ഒപ്പോസിന് രീതിയിലായിരിക്കും ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ കോസ് എന്താ? വാട്ട് ഈസ് എ കോസ്? മാഗ്നറ്റ് കൊണ്ടുവന്നു അല്ലെ? ഡയറക്ഷൻ നോക്കി, മാഗ്നറ്റ് കൊണ്ടുവന്നത് കൊണ്ടാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായതും ഇവിടെ എന്താ കറന്റ് ഉണ്ടായതും. അപ്പൊ എന്തായിരിക്കും? ഇതിന് കൊണ്ടുവരുവാണെങ്കിൽ അതിനെ എങ്ങനെ ഒപ്പോസ് ചെയ്യും? അപ്പൊ എന്താണോ കോസ് അതിന് ഒപ്പോസിന് രീതിയിലായിരിക്കും കറന്റ് ഉണ്ടാകുന്നത്. സോ ഇവിടെ കോസ് എന്താ? മാഗ്നറ്റ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കൊണ്ടുവരുമ്പോ എന്ത് പോളാ വന്നത്? നോർത്ത് പോൾ. അപ്പൊ അതിന് ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് പോൾ തന്നെ വരണം? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറന്റ് എന്താണ്? ഇവിടെ എന്തായിരിക്കും? നോർത്ത് പൊളാരിറ്റി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർത്ത് പൊളാരിറ്റിയിൽ കറണ്ട് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇവിടെ എന്താണ് ഇവിടെ ഇൻഡ്യൂസ് കറന്റ് ഉണ്ടാകുന്നത്. നോർത്ത് പൊളാരിറ്റിയിൽ മൂലം ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് അല്ല. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഷേപ്പിലായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് കറണ്ട് ഉണ്ടാകുന്നത് ഈ എൻഡില്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്താണോ കോസ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. കോസ് എന്താ? മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഇങ്ങോട്ടല്ലേ? അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്താ? ഇതിന് പിടിച്ച് മുകളിലേക്കാണെങ്കിൽ എന്താ? ഏത് പോൾ വരണം? ഈ കൊണ്ടുവന്ന മാഗ്നറ്റ് നോർത്ത് പോൾ അല്ലേ, നിയർ. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഏത് ഫോഴ്സ് വേണം? അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ എന്തായിരിക്കും? അങ്ങോട്ടായിരിക്കും. അങ്ങോട്ട് ഇതിനെ പിടിച്ച് ഒപ്പോസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ. അതിന് എന്ത് പോൾ വരണം? നോർത്ത് പോൾ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ ഇത് കൊണ്ടുവരുന്ന കേസ്, അത് നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന കേസ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ EMF ഉണ്ടാവും. അപ്പൊ ഇവിടെ കോസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിനെ തിരിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് എന്തുണ്ടാക്കാൻ കാരണം. ഓക്കെ. ഇവിടെ എന്താ? മാഗ്നറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് കാരണം ഉണ്ടായത്. അപ്പൊ മാഗ്നറ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഒപ്പോസ് ചെയ്യണ അർത്ഥം എന്താ? അതിനെ തിരിച്ചു വിടണം. ഓക്കെ. ഇവിടെ എന്താ? മാഗ്നറ്റ് തിരിച്ചെടുത്തോണ്ട് പോവല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ തിരിച്ചെടുത്തോണ്ട് പോവല്ലേ? തിരിച്ച് പുറത്തോട്ട് എടുക്കുമ്പോഴല്ലേ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുന്നതും കാരണം ഉണ്ടാവുന്നതും. അപ്പൊ അവിടെ EMFന്റെ ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ എന്തായിരിക്കും? അതിനെ അകത്തേക്ക് പിടിച്ച് വലിക്കുന്ന പോലെ. അപ്പൊ ഏത് പോൾ ഡെവലപ്പ് ചെയ്യണം? ഇത് നോർത്ത് ആണ്. അപ്പൊ ഇവിടെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഏത് പോൾ വേണം? സൗത്ത് വേണം. ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ കൊണ്ടുവരുമ്പോ എന്താണ്? കോസസ് ഓഫ് മോഷനെ
കോസ് ഓഫ് മോഷൻ എന്താ? മോഷൻ എന്താണോ കോസ് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഡ്യൂസ് കറണ്ട്. ഇവിടെ കോസ് എന്താ? മാഗ്നറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടല്ലേ. അപ്പൊ അതിന് ഒപ്പോസിറ്റ് അർത്ഥം എന്താ? ഇങ്ങോട്ട് വരണ്ടേ. ഇങ്ങോട്ട് വന്നാൽ പിടിച്ച് പുറത്തോട്ട് വരണം. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ നോർത്താണ്. ഞാൻ ഒപ്പോസ് ചെയ്യണം. ഏത് പോൾ ഡെവലപ്പ് ചെയ്യണം? നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുമല്ലേ. എടുക്കുമ്പോ എന്താ? അതിനെ കോസ് ഓഫ് മോഷൻ ഒപ്പോസ് ചെയ്യണം. അത് പുറത്തേക്ക് വിടാതെ നമ്മൾ അകത്തേക്ക് വലിക്കണം. അകത്തേക്ക് വലിക്കണം. ഏത് പോൾ ഡെവലപ്പ് ചെയ്യണം? സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യണം. സോ ദിസ് ഈസ് ലെൻസസ് ലോ. ഓക്കെ.